അനിയത്തിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെയൊക്കെ പാക്കിങ്, പെട്ടികെട്ടൽ, അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അവളുടെയും കുട്ടിൻ്റെയും A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ തന്നെ കൂടെ ഉള്ളത്. ആള് പോകുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. സോ നമ്മൾ അവളുടെ പേരും പിന്നെ കാലിക്കറ്റ് ടു ദമാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി സെറ്റാക്കി വെക്കുന്നുണ്ട്. ആൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ടാഗ് ചെയ്ത് വെക്കാം. അത് കയറി ചെക്ക് ചെയ്തിട്ട് പോയി കാണാം കേട്ടോ. ചിക്കൻ കടായി ആയാലും ബീഫ് ആയാലും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസും നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ കവറിലേക്ക് ആക്കി മാറ്റണത്. ദെൻ അതൊക്കെ ഫ്രീസറിൽ വെച്ച് നല്ലോണം അങ്ങോട്ട് കട്ടയാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് അതൊക്കെ നമ്മൾ ഓളപ്പെട്ടിക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെതാ ചിക്കൻ കടായി ഒക്കെ നമ്മൾ കവറിലോട്ട് അങ്ങോട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിഞ്ചിയും കൂടെ ആക്കിയെടുക്കണം. പുളിയിഞ്ചി നമ്മൾ ജസ്റ്റ് ബോട്ടിലാണ് ആക്കണത്. പുളിയിഞ്ചിയൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലാക്ക് കളർ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാം കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഉണ്ടാക്കണേനും നമുക്ക് മുതലാവണ്ടേ. ഒരു ദിവസം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും നല്ല സ്വീറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ പാൽവായ്ക്കൊക്കെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ വേഗം തൊടാണ്ട് ഒരു പാത്രത്തിൽ അങ്ങോട്ട് ആക്കി മാറ്റിയിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് കാലിയായി പോകും. എന്തായാലും ഇതാ അതും കൂടെ നമ്മൾ ആക്കി കൊടുക്കുവാണേ. ലഗേജൊക്കെ ഓക്ക് വേണമെങ്കിൽ അത്യാവശ്യം കൊണ്ടുപോവാം കേട്ടോ. പക്ഷേ അവൾ ആവശ്യത്തിന് മാത്രമേ കൊണ്ടുപോകണുള്ളൂ. അതായത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങൾ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. അതായത് ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യാൻ കൂടെ വേണമല്ലോ, പിന്നെ ഒരു കുട്ടിയും കൂടെ ഉള്ളതല്ലേ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തപ്പോൾ എല്ലാത്തൊരു പേടിയായിരുന്നു കേട്ടോ. നമുക്ക് ഈ പാൽവായ്ക്ക് ആക്കിയപ്പോൾ ഉണ്ടായത് ഇത് എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. പൊട്ടിപ്പോകുമോ, അവിടെ എത്തുമ്പോഴേക്ക് കേടുവരുമോ, പുളിക്കോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ അൽഹംദുലില്ലാ അവിടെ എത്തിയപ്പോഴേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നോള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം അവരതെടുത്ത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിനും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചും ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് ഓൾഡേയും കുട്ടിയുടെയും ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഡ്രസ്സും അതേപോലെ തന്നെ ഓലെ ഫാൻസി ഐറ്റംസും ചെരുപ്പും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. അതാണ് തിരിച്ചും മറിച്ചൊക്കെ പാക്ക് ചെയ്യണത്. ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മളിപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല. അത് ഓരോന്ന് എടുത്ത് വെക്കുമ്പോഴും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കണ കാര്യത്തിലാണെങ്കിലും പെട്ടി കെട്ടണ കാര്യത്തിലാണെങ്കിലും എല്ലാം അനിയത്തിപ്പച്ചും ഭയങ്കര ഉഷാറാണ്. അപ്പോൾ അതൊക്കെ അവർ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണുണ്ട്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ നല്ല സമയത്താണെന്നുണ്ടെങ്കിലും ചീത്ത സമയത്താണെങ്കിലും കട്ട സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലേ. സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ഇനി കുടുംബത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും ശരി, നമ്മൾ കൊടുക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു പ്രിവിലേജും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക നമ്മൾ അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് കൊടുത്തീനോ ഇല്ലയോ എന്നുള്ളത്. ഞാനിതിവിടെ പറയാനുള്ള കാരണം എൻ്റെ അപ്പച്ചൻ്റെയും എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ അനിയത്തി കൂടെ നിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കൊരാവശ്യം വരുമ്പോൾ നമ്മളും കട്ട സപ്പോർട്ടായിട്ട് അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെട്ടി പാക്ക് ചെയ്യുന്ന പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബിരിയാണി അരിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല കൈമ റൈസ് തന്നെ ആൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള അപ്പച്ചട്ടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ മില്ലിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെങ്ങാണ്ടൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൾക്ക് വേണ്ടിയിട്ടുള്ള ചിപ്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ചിപ്സ് ഉണ്ടാക്കണ കടയിൽ നിന്ന് അങ്ങനെ നമ്മൾ ചിപ്സ് വെച്ചു. പിന്നെ ഊട്ടി പോയ ടൈമിൽ നമ്മൾ ഊട്ടി ബർക്കിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നെയ്യ്, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് കേട്ടോ. അതായത് അവിടെ കിട്ടാത്ത ഇവിടെ മാത്രം കിട്ടണ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല നല്ല ബേക്കറി ഐറ്റംസ് ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ സാധനം വെക്കണതിനനുസരിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടും എല്ലാം ആ കറക്റ്റ് ആ ലെവലിൽ തന്നെ വെക്കണമല്ലോ. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കലൊക്കെ ആയിരുന്നേ. ദെൻ വെളിച്ചെണ്ണ ലീക്കാവോ ഇല്ലയോ എന്നുള്ള പേടി. ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു സംഭവങ്ങളൊക്കെ അതിമ ചുറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ അങ്ങോട്ട് ചുറ്റി റെഡിയാക്കി വെക്കണുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു മുതൽ കൊണ്ടുപോകുമ്പോൾ അത് സേഫായിട്ട് അവിടെ എത്തുകയും വേണമല്ലോ. പിന്നെ കടല മിഠായി ആയിട്ടും എള്ള മിഠായി ആയിട്ടും അങ്ങനെ
കുറച്ച് ഐറ്റംസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഐറ്റംസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദാ ഈ ഒരു കേക്കിൻ്റെ പെട്ടിക്കകത്ത് കേക്കല്ല ഗൈസ്, ഞാൻ പറഞ്ഞ ആ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടും പഴുക്കാത്ത നല്ല നാടൻ പഴം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പഴുത്തോളും. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പോവാനാവുമ്പോഴേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്ക് ഇപ്പച്ചിയുടെ അനിയൻ്റെ മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും നമ്മളെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മളെ കുളിക്കലും നനക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ചിക്കൻ കടായി ആയിട്ടും ബീഫായിട്ടും പാൽവാഴക്കായിട്ടും പിന്നെയും വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിനകത്ത് കുത്തിത്തിരികിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ കുളിക്കലും നനക്കലും മാറ്റലും കാരണം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നിഫ്രകുട്ടനെ മാറ്റി സുന്ദരിയാക്കണ ഡ്യൂട്ടി ഷാലുമോളായിരുന്നു ഏറ്റെടുത്തിട്ടുള്ളത്. അവളതാ മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കി മാറ്റണുണ്ട്. ഐബുട്ടൻ അപ്പുറത്ത് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളാണ് മാറ്റിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊന്നും മര്യാദയ്ക്ക് നിൽക്കില്ല. വേറൊരാളാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കണമുണ്ട്. ഇതിപ്പച്ചിയുടെ ചെറിയ അനിയൻ്റെ മോളാണ് കേട്ടോ, മുല്ല. ഇവളുടെ സിസ്റ്ററാണ് ഇത്, ഷാലുമോൾ എന്ന് പറയുന്നത്. അങ്ങനെതാ ഡ്രസ്സൊക്കെ മാറ്റി എന്തോ വലിയ ഗെറ്റപ്പിൽ എന്തോ എന്നാണെന്നുള്ള ഭാവത്തിലാണ് നിഫ്രകുട്ടൻ നിൽക്കുന്നത്. ഒളിപ്പച്ചിക്ക് വന്ന് കാണിച്ചു കൊടുക്കണുണ്ട്. കുറേ ഷോ ഇറക്കണുണ്ട് കേട്ടോ. പോകുന്ന സമയത്തൊന്നും അങ്ങനെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഇപ്പച്ചിൻ്റെ ആയാലും ഉമ്മച്ചിൻ്റെ ആയാലും റിലേറ്റീവ്സൊക്കെ തലേ ദിവസമായിട്ടും പിന്നെ അന്ന് രാവിലെയൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടി കാര്യങ്ങളൊക്കെ അവിടെ കെട്ടി അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് ആൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ട്രിപ്പ് വന്ന് അങ്ങനെ പോവേണ്ടി വന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് കേട്ടോ. അതായത് ആൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെയാണ്, അതായത് അവനാണ് നമ്മളെ ആക്കി തരുന്നത് എയർപോർട്ടിലോട്ട്. ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി എഡിറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് എൻ്റെ എഡിറ്റിങ്ങിലായാലും ഇനി എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ നിങ്ങളൊന്ന് എന്നോട് ക്ഷമിക്കുക. അടുത്ത വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഉഷാറാക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്ലാൻ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.